إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وصفيه وخليله وأمينه على وحيه ما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه فصلوات الله وسلامه وبركاته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون عباد الله اتقوا الله حق تقوى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യഗാർ വഗൈറത്തുല്ലാഹി അൻ യഅതിയൽ മുഅ്മിനു മാ ഹറമല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫാത്തുകളിൽ അവന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ് ഗൈറത്ത്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ആത്മരോഷമുണ്ട്. റബ്ബ് രോഷിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദേഷ്യമുണ്ടാകും. വഗൈറത്തുല്ലാഹി അൻ യഅതിയൽ മുഅ്മിനു മാ ഹറമല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രോഷം പ്രകടമാക്കുക മുഅ്മിൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ഉമ്മത മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമേ, വല്ലാഹി മാ മിൻ അഹദിൻ അഗ്യറു മിനല്ലാഹി അൻ യസ്നിയ അബ്ദുഹു ഔ തസ്നിയ അമതുഹു. അവന്റെ അടിമ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരുവന്റെ അടിമ സ്ത്രീ വ്യഭിചരിക്കുന്നതിനേക്കാൾ രോഷിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ രോഷിക്കുന്നവനായി മറ്റാരും തന്നെ ഇല്ല. വല്ലാഹി യാ ഉമ്മത മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമേ, അല്ലാഹു തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്ന കാര്യങ്ങളെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ലദഹിക്തും ഖലീലൻ വലബകൈതും കസീറ, നിങ്ങൾ ധാരാളം കരയുകയും കുറച്ച് മാത്രം ചിരിക്കുകയും ചെയ്തേനെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതഅജബൂന മിൻ ഗൈറതി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഗൈറത്ത് കണ്ട്, അദ്ദേഹത്തിന്റെ രോഷം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? വല്ലാഹി ലഅന അഗ്യറു മിൻഹു, അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ സഅദിനേക്കാൾ രോഷമുള്ളവനാണ്, ഗൈറത്തുള്ളവനാണ്. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നേക്കാൾ ഗൈറത്തുള്ളവനാണ്. വമിൻ അജ്ലി ഗൈറത്തില്ലാഹ് ഹറമൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഗൈറത്തുണ്ട്, ആത്മരോഷമുണ്ട് എന്നതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല രഹസ്യമായതും പരസ്യമായതും ആയ മ്ലേച്ഛമായ ഹറാമുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കിയത്. അതേ പ്രിയമുള്ളവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല രോഷിക്കും, ദേഷ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ദേഷ്യപ്പെടും. ദേഷ്യപ്പെടേണ്ടുന്ന സന്ദർഭങ്ങളിൽ ദേഷ്യപ്പെടാറുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅ മിൻ അൽ അസ്റാഇ ഫീ ഖിദ്രിഹാ. ഒരു കന്യക അവളുടെ മുറിയിൽ എത്രത്തോളം ലജ്ജയോട് കൂടിയാണോ ഇരിക്കാറ്, അതിനേക്കാൾ ലജ്ജയുള്ള ആളാണ് അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ റഅ ശൈഅൻ യക്റഹു, അല്ലാഹുവിന്റെ റസൂൽ വെറുക്കുന്ന കാര്യങ്ങൾ വല്ലതും അവിടത്തേക്ക് വന്നാൽ, അവിടുത്തെ മുന്നിൽ പ്രവർത്തിക്കപ്പെട്ടാൽ, അറഫ്നാഹു ഫീ വജ്ഹി, അവിടുത്തെ ദേഷ്യം, അവിടുത്തെ രോഷം
അത് അവിടുത്തെ മുഖത്തിലൂടെ പ്രകടമാകുമായിരുന്നു, നാം അത് മനസ്സിലാക്കുമായിരുന്നു. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിൽ ഇത് വ്യക്തമാണ്. അവിടുത്തെ മുഖത്തെ നിറം മാറും, ചുവന്നു തുടുക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം ഉയരും. മിമ്പറിലേക്ക് കയറി നിന്നുകൊണ്ട് മാ ബാലു അഖ്വാമിൻ, എന്താണ് ഇന്ന ആളുകളുടെ അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹിന്റെ ദേഷ്യം അത് മറ്റാരുടെയും ദേഷ്യം പോലെയല്ല. ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുകയാണ്, മാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻതസിറൻ മിൻ മദ്ലമത്തിൻ ഖത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ചെയ്യപ്പെട്ട ഒരു ഉപദ്രവത്തിനും ഇതുവരെ പ്രതികാരം സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവിടുത്തെ പത്നിയാണ് പറയുന്നത്, മാലം തുൻതഹക് മഹാരിമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കപ്പെട്ടാലല്ലാതെ ഫൈദൻ തുഹിക മിൻ മഹാരിമില്ലാഹി ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ, അവൻ വിലക്കിയ, അവന്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദർശിച്ചു കഴിഞ്ഞാൽ കാന അശദ്ദഹും ഫീ ദാലിക ഗളബ, ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ രോഷമുണ്ടാവുക, ദേഷ്യമുണ്ടാവുക അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അള്ളാഹുവിന്റെ വിശേഷണമാണ്, റബ്ബിന്റെ സിഫത്താണ് ഗൈറത്ത്, അവന്റെ റസൂലിന്റെ സിഫത്താണ് ഗൈറത്ത്. ഓരോ മുഅ്മിനും ഉണ്ടായിരിക്കേണ്ട സിഫത്താണ്, വിശേഷണമാണ്. അവൻ ഗൈറത്തുള്ളവനായിരിക്കണം, ആത്മരോഷമുള്ളവരായിരിക്കണം എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഗാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആത്മരോഷമുള്ളവനാണ്. വ ഇന്നൽ മുഅ്മിന യഗാർ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനും രോഷിക്കുന്നവനാണ്. ഒരുവന്റെ രോഷം എങ്ങനെയാണ് നമുക്ക് അളന്നു നോക്കുവാൻ സാധിക്കുക? അവൻ എത്രത്തോളം ഈമാനുണ്ടോ, ഈമാനിന്റെ തോതനുസരിച്ച് അവന്റെ ഗൈറത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഈമാൻ നന്നേ കൂടുതലുള്ളവനാണോ അവന്റെ ആത്മരോഷം വർദ്ധിക്കും. ഈമാൻ നന്നേ കുറവുള്ളവനാണോ ഹറാമുകൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ ലംഘിക്കപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ രോഷിക്കണമെന്നില്ല. പക്ഷെ ഒരു മുഅ്മിൻ അവന്റെ ക്വാളിറ്റിയാണ്, അവന്റെ സിഫത്താണ്, അവൻ ഗൈറത്തുള്ളവനാണ് എന്നുള്ളത്. എന്തെല്ലാം കാര്യത്തിൽ ഗൈറത്ത് ഉണ്ടാകും? തന്റെ അഭിമാനത്തിന്റെ കാര്യത്തിൽ ഗൈറത്ത് വേണം. തന്റെ കീഴിലുള്ള സ്ത്രീകളുടെ കാര്യത്തിലും തന്റെ കീഴിലുള്ള ആളുകളുടെ കാര്യത്തിൽ ഗൈറത്ത് വേണം. അതിലെല്ലാം ഉപരി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ കാര്യത്തിൽ ഗൈറത്ത് വേണം. ഏത് കാര്യത്തിലാണ് പ്രിയമുള്ളവരെ ഒരു മുഅ്മിന് ഏറ്റവും കൂടുതൽ ഗൈറത്ത് ഉണ്ടാകേണ്ടത്? അത് ഏത് കാര്യം ചൊല്ലിയിട്ടാണോ, ഏത് വാക്യം ചൊല്ലിയിട്ടാണോ ഈ മഹത്തായ ദീനിന്റെ ഭാഗമായി അവൻ മാറിയത്, ആ കലിമത്തിൽ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എപ്പോഴെല്ലാം വിള്ളലുകൾ സംഭവിക്കുന്നുണ്ടോ, എപ്പോഴെല്ലാം വ്യതിയാനങ്ങളും സംഭവിക്കുന്നതും കാണുന്നുണ്ടോ, അവിടെ അവന് രോഷമുണ്ടാകണം, അവിടെ അവന് ഗൈറത്ത് ഉണ്ടാവണം. റബ്ബിന്റെ വഹ്ദാനിയത്തിന്റെ കാര്യത്തിൽ ഒരു മുഅ്മിന് ഗൈറത്ത് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നാം കാണുന്ന അതാണ്. അംബിയ മുർസലീങ്ങളുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് തൂർ എന്ന പർവ്വതത്തിലേക്ക് പോവുകയാണ് തൗറാത്ത് വാങ്ങാനായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ സമുദായത്തെക്കുറിച്ച് അറിയിച്ചു നൽകി. ഖാല ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക്, അല്ലയോ മൂസ, നീ വന്നതിന് ശേഷം നിന്റെ സമൂഹത്തെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. വഅവല്ലഹുമുസ് സാമിരി, സാമിരി എന്ന വ്യക്തി അവരെ വഴികേട്ടിലാക്കിയിട്ടുണ്ട്. കാളക്കുട്ടിയുടെ രൂപത്തിലുള്ള ബിംബം അവരിലേക്ക് നൽകിയിട്ട് ശിർക്ക് അവരിലേക്ക് വന്നു ഭവിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായത്തിലേക്ക് മടങ്ങി പോവുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസ്ഥയെ വിവരിച്ച് നൽകുന്നത് ഇപ്രകാരമാണ്. ഫറജഅ മൂസ ഇലാ ഖൗമിഹി ഗദ്ബാന അസിഫാ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തിലേക്ക് മടങ്ങിപ്പോയത് ഗദ്ബാൻ, രോഷമുള്ളവനായിട്ടാണ്, ദേഷ്യമുള്ളവനായിട്ടാണ്. റബ്ബിന്റെ വഹ്ദാനിയത്തിൽ വ്യതിചലനം സംഭവിച്ച സമുദായത്തിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിന് സങ്കടവും ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മനുഷ്യരിൽ മാത്രമല്ല റബ്ബിന്റെ തൗഹീദിന്റെ കാര്യത്തിൽ ഗൈറത്ത് നാം ഖുർആനിലൂടെ കണ്ടെത്തിയത്. പക്ഷിയുടെ കാര്യത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കഥ വിവരിച്ച് നമുക്കറിയാവുന്നതല്ലേ. സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുത്തെ സൈന്യത്തെ നോക്കുമ്പോൾ ഹുദൂദിനെ കാണാനില്ല, പക്ഷിയെ കാണാനില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം പരതി. അവസാനം കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഹുദൂദ് തിരികെ വരികയാണ്. ഹുദൂദിനോട് കാര്യം അന്വേഷിച്ചപ്പോ, ആ പക്ഷിയോട് എന്താണ് നേരം വൈകിയത് അന്വേഷിച്ചപ്പോ ആ പക്ഷി പറഞ്ഞ വാക്ക്, ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും വഊതിയത് മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അദീം. അല്ലയോ സുലൈമാൻ അലൈഹിസ്സലാം, ഞാനൊരു സ്ത്രീയെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ നാട്ടിൽ ഭരിക്കുന്നവരാണ്, സബയിൽ ഭരിക്കുന്നവളാണ്.
വഊതിയത് മിൻ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. വലഹാ അർശുൻ അദീം, മഹത്തായ സിംഹാസനവും അവർക്കുണ്ട്. എന്നിട്ട് ഹുദ്ഹുദ് പറഞ്ഞെന്താണെന്നറിയോ? വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്, ഞാൻ അവളെ കണ്ടെത്തിയത്, അവളുടെ സമുദായത്തെ കണ്ടെത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ സൂര്യനെ ആരാധിക്കുന്നവരായിട്ടാണ്, സൂര്യന് പ്രണാമം സുജൂദ് ചെയ്യുന്നവരായിട്ടാണ്. വസയ്യന ലഹും ശൈത്താനു അഅമാലഹും ഫസദ്ദഹും അനിസ് സബീലി ഫഹും ലാ യഹ്തദൂൻ, അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ശൈത്താൻ അലങ്കാരമാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു, അവരെ അവൻ തടഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവർ നേർവഴിയിലേക്ക് ആകുന്നില്ല. അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലദീ യുഖ്രിജുൽ ഖബഅ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തിലോ ഭൂമിയിലോ രഹസ്യമായ എന്തൊന്നുണ്ടോ അതിനെ പുറത്തു കൊണ്ടുവരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യാതിരിക്കാൻ ശൈത്താൻ അവർക്ക് തടയിട്ടിരിക്കുന്നു. വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ, നിങ്ങൾ എന്താണോ ഒളിപ്പിക്കുന്നത്, നിങ്ങൾ എന്താണോ പരസ്യമാക്കുന്നത്, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനകൾക്ക് അർഹനായി മറ്റാരും തന്നെ ഇല്ല. തൗഹീദിന്റെ വിഷയത്തിൽ വ്യതിചലനം കണ്ടപ്പോൾ അവിടെ ഗീറത്ത് വന്നത് പക്ഷിക്കാണ്, കഴിഞ്ഞിട്ടില്ല. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും, ആകാശത്തിനും ഭൂമിയിനും ഈ കാണുന്ന പർവ്വതങ്ങളും തൗഹീദിന്റെ റബ്ബിന്റെ വഹ്ദാനിയത്തിന്റെ പേരിൽ രോഷം കൊള്ളുന്നവരാണ്. വഖാലു തഖദ റഹ്മാനു വലദ, അവർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു, സന്താനത്തെടുത്തിരിക്കുന്നു. وقالوا اتخذ الرحمن ولدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا, അവർ പറഞ്ഞതിന്റെ അവരുടെ വാദത്തെ കാരണമായി ആകാശം പൊട്ടിവീറാറായിരിക്കുന്നു, ഭൂമിക്ക് വിള്ളൽ സംഭവിക്കാനായിരിക്കുന്നു, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാനായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സന്താനമുണ്ട് എന്ന് വാദിച്ചതിന്റെ പേരിലാണത്. പ്രിയമുള്ളവരെ, ഓരോ മുഅ്മിനും ഉണ്ടായിരിക്കണം ആത്മരോഷം. റബ്ബിന്റെ വഹ്ദാനിയത്തിൽ കളങ്കം കാണുമ്പോൾ എന്തിനേറെ മുസ്ലിമീങ്ങളായി അറിയപ്പെടുന്നവർ പോലും ഈമാനിന്റെ തൗഹീദിന്റെ നേർവിപരീതമായ കുഫ്രിന്റെ അടയാളങ്ങളേറ്റ് നടക്കുമ്പോൾ ഒരു മുഅ്മിന് രോഷമുണ്ടാകണം. അതവന്റെ ഷഹാദത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ട കാര്യമാണ്. രണ്ടാമത് അവൻ രോഷം കൊള്ളേണ്ടത്, പ്രിയമുള്ളവരെ, ഷഹാദത്തിന്റെ ബാക്കി ഭാഗ്യത്തിലാണ്. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ ഷഹാദത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ പിൻപറ്റപ്പെടാൻ, അവിടുത്തെ പോലെ അനുസരിക്കപ്പെടാൻ അർഹനായി മറ്റാരും തന്നെ ഇല്ല. ആ സുന്നത്തിൽ കളങ്കം വരുമ്പോ, ആ സുന്നത്തിന് വിപരീതമായ ബിദ്അത്ത് നടമാടുമ്പോ ഒരു മുഅ്മിന് രോഷമുണ്ടാകണം. സ്വഹാബാക്കളെ നാം കണ്ടത് അതാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫിൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുമ്പോൾ പള്ളിയുടെ വരാന്തയിൽ ഒരു മനുഷ്യൻ ചെറിയ കല്ലെടുത്തുകൊണ്ട് ചൊട്ടുകയാണ്. കൈ വിരലിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ചൊട്ടൂലേ, ഖദ്ഫ്. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖദ്ഫി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊട്ടുന്നതിനെ അദ്ദേഹം വിരോധിച്ചിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മുഗഫിൽ അവിടെ നിന്ന് പോയി. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും വരുമ്പോൾ ഈ മനുഷ്യൻ പിന്നെയും ചൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുഗഫിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹദ്ദിസുക അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു നഹാ അനിൽ ഖദ്ഫ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ്ഫിനെ, കല്ലിങ്ങനെ ചൊട്ടുന്നതിനെ വിലക്കിയിട്ടുണ്ട് എന്ന് നിന്നെ ഞാൻ അറിയിച്ചു. വഅൻത തഖ്ദിഫ്, അത് കേട്ടതിന് ശേഷവും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ഇതാണെന്ന് അറിഞ്ഞതിന് ശേഷവും അവിടെ വെച്ച് അതിർവരമ്പുകൾ നീ ലംഘിക്കുകയാണോ? ലൗ കല്ലിമുക കദാ വകദാ, ഇത്ര ദിവസത്തേക്കായി ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല. സുന്നത്തിനെതിരെ ബിദ്അത്ത് കണ്ടാൽ രോഷമാണ് മുഅ്മിന്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. പള്ളിയിൽ ചില ആളുകൾ കൂടുന്നുണ്ട്, നിസ്കാരത്തെ കാത്തിരിക്കുകയാണ്, വട്ടം ചുറ്റിയിരിക്കുന്നുണ്ട്. അവരിൽ ഒരാൾ കല്ലിട്ടുകൊണ്ട് കബ്ബിറു മിഅ, 100 തവണ നിങ്ങൾ തക്ബീർ പറയുക, സബ്ബിഹു മിഅ, 100 തവണ നിങ്ങൾ തസ്ബീഹ് പറയുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞത്? അബൂ മൂസ പറഞ്ഞു, ഞാൻ താങ്കളുടെ അഭിപ്രായത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് പോയി അവരോട് പറഞ്ഞു, യാ ഉമ്മത മുഹമ്മദ് വൈഹക്കും, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമേ, വൈഹക്കും, നിങ്ങൾക്ക് നാശം. മാസ്റഅ ഹലകതകും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോകുന്നത്.
ഹഉലായി സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച, അവിടുത്തെ അധ്യാപനങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ സദസ്സിലിരുന്ന് ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബത്ത് നിങ്ങളുടെ ഇടയിലുണ്ട്. വഹാദിഹി സിയാബുഹു ലം തബ്ല, അവിടുത്തെ വസ്ത്രങ്ങൾ നുരുമ്പി പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, അവരുടെ അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. അത്രയും അടുത്താണ് സംഭവിക്കുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകിൽ നിങ്ങളുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള വഴിയേക്കാൾ നല്ലതായ ഉത്തമമായ വഴിയിലാണ്, ബിദ്അത്തിന്റെ വഴി. ഔ മുഫ്തതിഹു ബാബ ദലാല, അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുള്ളത് ദലാലത്തിന്റെ വാതിൽ തുറക്കുന്ന അവസ്ഥയിലാണ്. ഈ രണ്ടവസ്ഥയിലാണ്. ഏതാണ് നിങ്ങൾ എന്ന് ചിന്തിച്ചു നോക്കുക. ഖാലു, അവർ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിനോട് പറഞ്ഞു, വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ, അല്ലയോ അബൂ അബ്ദുറഹ്മാനെ, അല്ലാഹു തന്നെയാണ് സത്യം. മാ അറദ്നാ ഇല്ലൽ ഖൈറ, ഖൈറല്ലാതെ നന്മയല്ലാതെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹ, എത്ര നന്മ ആശിക്കുന്ന, ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അവരുടെ ഉദ്ദേശം ശരിയാണ്, പക്ഷെ നന്മയിലേക്ക് അവർ എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബിദ്അത്ത് കാണുമ്പോൾ നമുക്ക് രോഷമുണ്ടാകണം. എങ്ങനെയാണ് ഒരു മുഅ്മിൻ ദേഷ്യപ്പെടാതിരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു ബിദ്അത്തിന്റെ വക്താവിനോട് അവന് സങ്കടപ്പെടാതിരിക്കാൻ സാധിക്കുക? കാരണം ബിദ്അത്തുകൾ അവന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാക്കി കളയും. ബിദ്അത്തുകാരൻ തൗബയിൽ നിന്ന് തടുക്കപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസറിൽ നിന്ന് അവൻ തടയപ്പെടും. ഓരോ ബിദ്അത്ത് പുതിയതായി കടന്നു വരുമ്പോഴും അതിലൂടെ മരിക്കുന്നത് ഓരോ സുന്നത്തുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ ബിദ്അത്ത് നടക്കാൻ സാധ്യതയില്ല. ഓരോ ഖുത്ബയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് താക്കീത് നൽകിക്കൊണ്ടേയിരുന്നു. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതായി കൊണ്ടുവരുന്ന കാര്യങ്ങളും ബിദ്അത്തുകളാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലുകളാണ്, ദലാലത്താണ്, വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിരിക്കെ എങ്ങനെയാണ് നമുക്ക് രോഷമില്ലാതിരിക്കുക? റബ്ബ് സുബ്ഹാനഹു വ തആല തൗഹീദിലും സുന്നത്തിലും അടിയുറച്ച് ജീവിക്കുന്ന മുഅ്മിനായി മരണം വരെ അങ്ങനെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കലും പ്രിയമുള്ളവരെ, റബ്ബിന്റെ ദീനിന്റെ കാര്യത്തിൽ രോഷമുണ്ടാകണം, ദേഷ്യപ്പെടണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും അവിവേകത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അനുമതിയല്ല. ഇസ്ലാമിന്റെ മനോഹരമായ മുഖത്തെ വികൃതമായി അവതരിപ്പിക്കാനുള്ള അനുമതിയുമല്ല. പകരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ, നന്മ കൽപ്പിക്കുമ്പോൾ, തിന്മ വിരോധിക്കുമ്പോൾ അവിടെ മസ്ലഹത്തുകളും മഫ്സദത്തുകളും പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ ഈ കാര്യം കൽപ്പിക്കുമ്പോൾ, ഈ കാര്യം വിരോധിക്കുമ്പോൾ എത്രത്തോളം മസ്ലഹത്താണ്, നന്മയാണ് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുക, അതിൻ്റെ പേരിൽ വല്ല മഫ്സദത്തും സംഭവിക്കുമോ, വല്ല തിന്മയും അതിലൂടെ ഉടലെടുക്കുമോ എന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്. നന്മ വിരോധിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉലമാക്കൾ വിശദീകരിച്ച കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നീ എത്രമാത്രം നിന്റെ കൽബിൽ റബ്ബിനും അവന്റെ റസൂലിനും ആദരവും ബഹുമാനവും മഹത്വവും നൽകുന്നുണ്ടോ, അത്രത്തോളം അവരുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് നിനക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അവരുടെ കൽപ്പനകൾ നിലവിൽ വരാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ തുടച്ചു നീക്കപ്പെടാൻ നീ ആഗ്രഹിക്കും. അതിലേക്കാണ് ഇത് നമ്മെ കൊണ്ടെത്തിക്കേണ്ടത്. നന്മ കൽപ്പിക്കുന്നതിലേക്കും തിന്മ വിരോധിക്കുന്നതിലേക്കുമാണ് ഈ ഗൈറത്തും റബ്ബിനും റസൂലിനും കൊടുക്കുന്ന ഈ ബഹുമാനവും ആദരവും നമ്മെ കൊണ്ടെത്തിക്കേണ്ടത്. അതേ പ്രിയമുള്ളവരെ, പല കൽബുകളിലേക്കും ശുബ്ഹത്തിന്റെയും അതുപോലെ തന്നെ അന്ധമായ അനുകരണത്തിന്റെയും ഇരുട്ടുകളുള്ള കൽബുകളിലേക്ക് കിതാബിന്റെയും സുന്നത്തിന്റെയും പ്രകാശം എത്തിക്കഴിഞ്ഞാൽ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വരാൻ കാരണക്കാരൻ ഒരുപക്ഷെ നമ്മളായിരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് കാരണമാക്കുന്ന ഒരുപക്ഷെ എന്നെയും നിങ്ങളെയും ആയിരിക്കാം. അങ്ങനെ ആവാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമുരിൻ നഅം. ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ കാരണം ഹിദായത്തിലാക്കുന്നതാണ് ചുവന്നൊട്ടകത്തേക്കാൾ നിനക്ക് നല്ലത്. തൗഹീദിലേക്കുള്ള പ്രബോധനത്തിൽ, സുന്നത്തിലേക്കുള്ള പ്രബോധനത്തിൽ, ശിർക്കിനെയും ബിദ്അത്തിനും എതിരെയുള്ള പോരാട്ടത്തിൽ നാമും പങ്കാളികളാകണം. എന്തെല്ലാം വഴി സ്വീകരിക്കാൻ പറ്റുമോ ആ വഴികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആളുകളിലേക്ക് ഈ സന്ദേശങ്ങൾ നമ്മൾ എത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുവോളം തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലായിക്കൊണ്ട് ഉറച്ചു നിൽക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് പുറത്തു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ കുടുംബാംഗങ്ങൾ, മിത്രങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل. اللهم إنا نعوذ بك من النار وما قرب إليها من قول وعمل. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.